Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് വെണ്ടക്ക കൊണ്ടൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാം. വെണ്ടക്ക നിറച്ചത്. അപ്പോൾ ഇതിന്റെ റെസിപ്പി ചോദിച്ചാലും മാമിനോട്. റെസിപ്പി ഇഷ്ടമായ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1/2 കിലോ വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ നടു കീറി വെക്കണം. കണ്ടോ, ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണിത് കട്ട് ചെയ്തെടുക്കാമെന്ന്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും ആദ്യം കട്ട് ചെയ്ത് കളയണം. നടുവിൽ നിന്ന് കീറി കൊടുക്കണം. മൂത്ത വെണ്ടക്ക ഇതിന് പറ്റില്ല, സൂക്ഷിച്ച് വേണം കീറാൻ. ഇതുപോലെ തന്നെ എല്ലാ വെണ്ടയ്ക്കും കീറിയെടുക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം. കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ട് അതും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെയും വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നിലക്കടലയാണിത്. ഇതൊന്ന് വറുത്തെടുക്കണം. കുറേ ഒന്നും വറുക്കാൻ പാടില്ല. എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൗഡർ ആവാൻ പാടില്ല. ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആവശ്യമുള്ളത് ചെറിയ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, കശ്മീരി ചില്ലിപ്പൊടി 1/2 ടീസ്പൂൺ, സാദാ ചില്ലിപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിയില, പിന്നെ ഒരു ചെറിയ കഷ്ണം നാരങ്ങ. ഇതിൻ്റെ നീരാവശ്യമുണ്ട് നമുക്ക്. ഇനി ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും പൊടിയൊക്കെ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം മിക്സ് ആയതിനു ശേഷം ഇതൊന്ന് താളിച്ചു കൊടുക്കണം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. ഇതോടൊപ്പം തന്നെ 2 നുള്ള് കായം പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഈ മസാല ഉണ്ടാക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മസാലയൊക്കെ റെഡിയാണ്. നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് വെണ്ടക്ക നിറച്ച് കൊടുക്കാം. ഇതിനായിട്ട് വെണ്ടക്ക എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൈ വെക്കാൻ നടുവിൽ. എന്നിട്ട് സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇതിൽ മസാല നിറച്ച് കൊടുക്കാം. സൂക്ഷിച്ചിട്ട് വേണം നിറക്കാൻ, പൊട്ടാൻ പാടില്ല. നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. പറ്റുന്നത്ര മസാല ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ വെണ്ടയ്ക്കും നിറച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാം സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞ് ഇത് റെഡിയാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് എല്ലാ വെണ്ടയ്ക്കും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ വെണ്ടയ്ക്കും ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ വെണ്ടക്ക നിറച്ചത് റെഡിയാണ്. ഇതന്നെ ഇനി പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. വളരെ ഈസിയല്ലേ റെസിപ്പി, നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിക്കും പിന്നെ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് നല്ല ടേസ്റ്റാണിത്. വെണ്ടക്ക കൊണ്ട് എപ്പോഴും ഉപ്പേരി ഉണ്ടാക്കാതെ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ അഭിപ്രായം എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.